ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്കൊരിക്കൽ കൂടെ തമ്പുരാൻ്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കാനും തമ്പുരാൻ്റെ വചനത്തോടു കൂടെ ആയിരിക്കാനും നമ്മുടെ ഹൃദയങ്ങളെയൊക്കെ ഒന്ന് നിർമ്മലീകരിക്കുവാനും തക്കവണ്ണം ദൈവം നമ്മളെ വിളിച്ച് ചേർത്തിരിക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 6:65 എൻ്റെ പിതാവിനാൽ വരം ലഭിച്ചിട്ടല്ലാതെ ആർക്കും എൻ്റെ സന്നദ്ധിയിലേക്ക് വരാനായിട്ട് സാധിക്കില്ല. ദൈവം നമ്മളത്രമാത്രം ആഗ്രഹത്തോടു കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. തമ്പുരാൻ പറയുന്ന കാര്യങ്ങൾ, തിരുവചനത്തിലൂടെ സംസാരിക്കുന്ന കാര്യങ്ങളെ ഹൃദയത്തിൽ ഏറ്റെടുക്കാനും ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കാനും ഇടയായിത്തീരണം. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഒരു ചെറിയ കാര്യം ഇങ്ങനെ പങ്കുവച്ച് അവസാനിപ്പിച്ച് പ്രാർത്ഥിക്കാം. തിരുവചനം കേൾക്കുകയും വചനം ധ്യാനിക്കുകയും കുറേയൊക്കെ പ്രാർത്ഥിക്കുകയും ഒരാധ്യാത്മിക ജീവിതത്തിലാണ് എന്ന് തോന്നുകയും ചെയ്യുന്ന കുറേ ആളുകളോട് ഇരിക്കുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ചയിൽ ബഹുമാനപ്പെട്ട അച്ഛൻ്റെ ക്ലാസ്സിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു എന്താണ് ആധ്യാത്മിക ജീവിതം. പ്രിയപ്പെട്ട, അതിനോട് ചേർന്നൊരു കാര്യം ഇങ്ങനെ പറയാം. ആധ്യാത്മിക ജീവിതം, ഒരു മനുഷ്യൻ്റെ ആധ്യാത്മിക ജീവിതം കുറച്ചൊക്കെ പ്രാർത്ഥിച്ചാൽ മതിയോ? കുറച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്, നോമ്പ് നോക്കുന്നുണ്ട്, വചനം വായിക്കുന്നുണ്ട്, വചനം കാണാതെ പറയുന്നുണ്ട്. ആധ്യാത്മികതയിലാണോ? എപ്പോഴാ? സ്നേഹത്തിലായി തീരുമ്പോഴാണ് ഒരു മനുഷ്യൻ്റെ ആധ്യാത്മിക ജീവിതത്തിൻ്റെ നിറവുണ്ടാവുക. അതായത് യേശുവിനോട് കൂടെയുള്ള ഒരു ജീവിതത്തിന് പറയുന്ന പേരാണത് ആധ്യാത്മിക ജീവിതം എന്ന് പറയണത്. യേശുവിനോട് കൂടെ സദാസമയവും ജീവിക്കാനായിട്ട് സാധിക്കുന്നുണ്ടെങ്കിൽ, യേശുവിനോട് കൂടെ എല്ലാ സമയവും ജീവിക്കാനായിട്ട് സാധിക്കുന്ന ഒരു ജീവിതത്തിന് പറയുന്ന പേരാണ് എന്നത് ആധ്യാത്മിക ജീവിതം. സ്നേഹമുള്ളവരെ, ഇങ്ങനെ ആധ്യാത്മിക ജീവിതം നയിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഓരോ മനുഷ്യൻ്റെ പിന്നാലെയും പിശാച് അവനെ വലിച്ച് താഴെയിടാനായിട്ട് അലറുന്ന സിംഹം പോലെ ഓടി നടക്കുന്നുണ്ടെന്ന് അപ്പോസ്തലൻ പറഞ്ഞു വെക്കുന്നുണ്ട്. അലറുന്ന സിംഹം പോലെ ആരൊക്കെയാണോ ആധ്യാത്മിക ജീവിതത്തിൻ്റെ പടികളിലേക്ക് കടന്നു പോകുന്നത്, ക്രിസ്തുവിനോട് കൂടെ ദൈവവചനത്തോട് ചേർന്ന് ജീവിക്കുവാൻ തീരുമാനമെടുക്കുന്ന ആരാണോ അവനൊക്കെ പിശാചിങ്ങനെ വലിച്ച് താഴിടുന്നുണ്ട്. പിശാചിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നറിയാവോ? ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ പിശാച് അവനെ പിടിക്കണത് എപ്പോഴാണെന്നറിയാവോ? ഏത് തരത്തിലാണ് പിശാച് ഒരു മനുഷ്യനെ പിടിച്ചു വെക്കുന്നത് അറിയാവോ? ഈ ആധ്യാത്മിക ജീവിതത്തിൽ തമ്പുരാനോട് ചേർന്ന് നമ്മൾ ജീവിതം ആരംഭിക്കുമ്പോൾ അതിന് തടസ്സമായിട്ട് ഒരു മനുഷ്യനെ പിശാച് പിടിച്ചു വെക്കുന്നുണ്ട്. എങ്ങനെയെന്നറിയാവോ? ഇതിൻ്റെ കാലഘട്ടത്തിൽ വളരെ കൂടുതലാണ്. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 1 മുതലുള്ള തിരുവചനം വായിക്കുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാകും ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ, ആധ്യാത്മിക ജീവിതത്തിൽ പിശാച് എങ്ങനെയാണ് ഇടപെടുന്നത്, അവനെ ആധ്യാത്മിക ജീവിതത്തിൽ നിന്ന് എങ്ങനെയാണ് താഴെ ഇറക്കണതെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. അതിൻ്റെ 4-ാം അധ്യായം 4-ാം വാക്യം, 3-ാം അധ്യായം 4-ാം വാക്യം, നിങ്ങൾ മരിക്കുകയില്ല, അത് തിന്നുന്ന ദിവസം നിങ്ങളുടെ കണ്ണുകൾ തുറക്കുമെന്നും നന്മയും തിന്മയും അറിഞ്ഞ് നിങ്ങൾ ദൈവത്തെ പോലെ ആകുമെന്നും ദൈവത്തിനറിയാം. ഇതിൻ്റെ പശ്ചാത്തലമൊക്കെ നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാലോ. ദൈവം ആദത്തെയും ഹവ്വയെയും ഏദൻ തോട്ടത്തിൽ സൃഷ്ടിച്ച് അവർക്ക് ജീവിക്കാനുള്ള മുഴുവൻ കാര്യങ്ങളും ചെയ്തിട്ട് അതിൻ്റെ മുഴുവനും സാഹചര്യം ഒരുക്കിയിട്ട് തമ്പുരാൻ അവനെ ഏൽപ്പിക്കുകയാണ്. തോട്ടത്തിൻ്റെ നടുവിൽ നിൽക്കുന്ന വൃക്ഷത്തിൻ്റെ ഫലം നിങ്ങൾ തിന്നരുത്, ബാക്കി എല്ലാ കൽപ്പനയും കൊടുത്തിട്ട് തമ്പുരാൻ പോവാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ പിശാച് കടന്നു വന്ന് തമ്പുരാൻ പറഞ്ഞ ഒരു കാര്യത്തെ 100% വിശ്വസിച്ച് ജീവിച്ചു പോയിരുന്ന ഒരു കുടുംബത്തിലേക്ക് പിശാച് കടന്നു വന്നിട്ട് ദൈവസ്നേഹത്തെ തകർക്കാൻ തക്കവണ്ണം പിശാചിൻ്റെ പ്രവർത്തനം എന്ന് പറയുന്നത് അവയുടെ അവിശ്വാസത്തിൻ്റെ ഒരു വിത്ത് വിതയ്ക്കുകയാണ് ചെയ്യുന്നത്. ഹല്ലേലൂയ. പിശാച്
ദൈവസ്നേഹത്തിൽ നിന്ന്, ദൈവവുമായുള്ള ബന്ധത്തിൽ നിന്ന് ഒരു മനുഷ്യനെ വലിച്ചു താഴെയിടാനായിട്ട് ആദ്യമായിട്ട് ചെയ്യണത് അവൻ്റെ ബുദ്ധിയുടെ ബോധത്തിൻ്റെ തലത്തിൽ അവിശ്വാസത്തിൻ്റെ വിത്ത് വിതയ്ക്കുകയാണ്. അവിടെ അവിശ്വാസത്തിൻ്റെ ഒരു വിത്ത് വിതയ്ക്കുകയാണ്. ഇവിടെ പാവപ്പെട്ട ആ പെൺകുട്ടി ഹൗവ, ദൈവം പറഞ്ഞിട്ടുണ്ട് തൊടാൻ പാടില്ല, നോക്ക് പോലും ചേർന്ന് ഉറങ്ങിയിട്ടുണ്ട്. പിശാച് പറഞ്ഞ് നീ മരിക്കത്തില്ല, നീ ദൈവത്തെ പോലാകും. അവളുടെ മനസ്സിലേക്ക് ഇത് തിന്നുന്ന നാളിൽ ഞാൻ മരിക്കുമോ, ദൈവത്തെ പോലാകുമോ, ഞാൻ ഇന്ന് ചെയ്താൽ എൻ്റെ ജീവിതത്തിൽ നന്മയുണ്ടാവോ തിന്മയുണ്ടാവോ, ഞായറാഴ്ച വിശുദ്ധ കുർബാന മുടക്കിയാൽ ബിസിനസ് ചെയ്യാൻ പോയാൽ ലാഭം ഉണ്ടാവോ, അതെങ്കിൽ പള്ളി പോയാൽ നഷ്ടമുണ്ടാവോ. പ്രിയപ്പെട്ടവരെ, ഒരു മനുഷ്യൻ്റെ തലത്തിൽ പിശാച് പ്രവർത്തിക്കുന്ന കാര്യം എന്ന് പറയണത് ദൈവം പറഞ്ഞ മേഖലയിൽ അവിശ്വാസത്തിൻ്റെ വിത്ത് വിതയ്ക്കാൻ തക്കവണ്ണം ഇടയായിത്തീരുകയാണ്. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, യേശു 33 വർഷക്കാലം ഈ ഭൂമിയിൽ ജീവിച്ചിട്ട് ഒത്തിരി അത്ഭുതങ്ങൾ ചെയ്തിട്ടുണ്ട് ഉണ്ടല്ലോ അല്ലേ. കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞു ഏറ്റവും വലിയ അത്ഭുതം മനുഷ്യാവതാരമാണെന്നൊക്കെ പറഞ്ഞ് ധ്യാനിക്കാനിടയായി തീർന്നു. യേശു അത്ഭുതപ്പെട്ടപ്പോഴെന്നറിയാവോ? മർക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ യേശു അത്ഭുതപ്പെട്ടതിനെ കുറിച്ച് കാണുന്നുണ്ട്. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായം 1 മുതൽ തിരുവചനം വായിക്കാം. അതിൻ്റെ 6-ാം തിരുവചനം വായിക്കാവോ? വിശ്വാസരാഹിത്യത്തെക്കുറിച്ച് അവൻ വിസ്മയിച്ചു. സ്നേഹമുള്ളവരെ, യേശു തമ്പുരാൻ അത്ഭുതപ്പെടുന്നത് ഒരേ ഒരു തരത്തിലാണ്. സ്വന്തം പട്ടണത്തിൽ, സ്വന്തം ചാർച്ചക്കാരടുത്ത്, സ്വന്തം ജനത്തിൻ്റെ അടുത്ത് അവൻ സംസാരിക്കുമ്പോൾ വിശ്വസിക്കാത്ത ഒരു തലമുറയെ നോക്കിയിട്ട്, അവരുടെ വിശ്വാസ ഇല്ലായ്മയെ നോക്കിയിട്ട് സ്വർഗം അത്ഭുതപ്പെട്ടു പോകുകയാണ്, വിസ്മയിച്ച് പോകുകയാണ്. കാരണം ഇന്ന് മനുഷ്യൻ്റെ ജീവിതത്തിൽ പിശാച് അതുപോലെ പിടിമുറുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, യേശു ശാസിക്കുന്നതും വിശ്വാസമില്ലാത്ത തലമുറയെ നോക്കിയിട്ടാണ്. യേശു ശാസിക്കുന്നത് വിശ്വാസമില്ലാത്ത തലമുറയെ നോക്കിയിട്ടാണ്. മാർത്തിയോട് പറയുന്നുണ്ട്, വിശ്വസിച്ചാൽ നീ ദൈവ മഹത്വം കാണും എന്ന് നിനക്കറിഞ്ഞുകൂടെ. ശാസനയാണ്. പ്രിയപ്പെട്ടവരെ, ഈ വിശ്വാസത്തിൻ്റെ മേഖല തുറക്കാനായിട്ട് എനിക്ക് നിങ്ങൾക്കിടയായിത്തീരണം. പിശാച് കുടുംബത്തിൻ്റെ മേഖലകളിൽ, ബന്ധങ്ങളിൽ എല്ലാം ഇന്ന് കൈവച്ചിരിക്കുകയാണ്. കൃപ നഷ്ടപ്പെട്ടു പോയ അനുഭവത്തിലൂടെ സഞ്ചരിക്കുന്ന ഓരോ സാഹചര്യങ്ങൾ ഒറ്റ കാര്യമുള്ളൂ: ദൈവത്തിന് നിൻ്റെ ജീവിതത്തിൽ മർമ്മപ്രധാനമായ സ്ഥാനം കൊടുക്കാൻ മറന്നുപോയതിൻ്റെ അനന്തരഫലമാണ്. ദൈവവചനത്തെ ഹൃദയം തുറന്ന് വിശ്വസിക്കാനായിട്ട് പറ്റാത്തതിൻ്റെ അനന്തരഫലമാണ്. വിശ്വാസമുണ്ടോ? വിശ്വാസമുണ്ട്. ഏത് മനുഷ്യനോട് ചോദിച്ചാലും പറയും വിശ്വാസമുണ്ട്. എന്നിട്ട് വിശ്വാസത്തിനനുസരിച്ചാണോ പ്രവർത്തിക്കുന്നത്? ഞാനും നിങ്ങളും വിശ്വാസത്തിനനുസരിച്ചിട്ടാണോ പ്രവർത്തിക്കുന്നത്? അവനവൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിലേക്കൊന്ന് കടന്നു ചെന്ന് ചിന്തിച്ച് നോക്കിക്കേ. തമ്പുരാൻ പറഞ്ഞതുപോലെ, തമ്പുരാൻ അനുവദിക്കുന്നത് പോലെ ജീവിക്കാനായിട്ട് സാധിക്കുന്നുണ്ടോ? പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഓർത്ത് വെക്കുക, പിശാച് പണി തുടങ്ങുന്നത് നിൻ്റെ ദേഹിയുടെ തലത്തിലാണ്. തമ്പുരാൻ നിൻ്റെ ഹൃദയത്തിൽ വെച്ച് തന്ന വചനത്തിൻ്റെ, വിശ്വാസത്തിൻ്റെ മേഖലയിൽ പിശാച് കൈവച്ചിട്ടുണ്ട്. അതുകൊണ്ട് വിശ്വസിക്കാനായിട്ട് സാധിക്കണില്ല. ഇന്നിൻ്റെ തലമുറയോട് നോക്കിയിട്ട് ഈ വചനത്തെക്കുറിച്ച് പറഞ്ഞാൽ ഇതിനൊക്കെ എന്താ, വെറും കെട്ടുകഥകളെന്ന് പറയണ സാഹചര്യങ്ങളാ പിശാച് കൈവച്ചതിൻ്റെ അനന്തരഫലമാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, വിശ്വാസം വർദ്ധിപ്പിക്കണം. ശിഷ്യന്മാർ പ്രാർത്ഥിച്ചു, കർത്താവേ ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണം, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണം. എങ്ങനെ വിശ്വാസം ഉണ്ടാകും? റോമാലേഖനം 10-ാം അധ്യായം 17-ാമത്തെ തിരുവചനം. റോമാലേഖനം 10-ാം അധ്യായം 17-ാം തിരുവചനം. ആകയാൽ വിശ്വാസം കേൾവിയിൽ നിന്ന്, കേൾവി ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രസംഗത്തിൽ നിന്ന്. ഹല്ലേലൂയ. വിശ്വാസം ഉണ്ടാകുന്നത് ക്രിസ്തുവിനെക്കുറിച്ചുള്ള അറിവ് ലഭിക്കുമ്പോഴാണ്, ക്രിസ്തുവിനെക്കുറിച്ച് കേൾക്കുമ്പോഴാണ്, ക്രിസ്തുവിനെക്കുറിച്ച് പ്രസംഗിക്കുമ്പോഴാണ് അറിവുണ്ടാവും, വിശ്വാസം ഉണ്ടാകുന്നത്. പ്രസംഗം കേൾക്കാൻ തുടങ്ങിയിട്ട്
നാളെ കുറേ ആയില്ലേ? പ്രസംഗം കേൾക്കാൻ തുടങ്ങിയിട്ട് നാളെത്തരായി. ഇന്ന് സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ കൃത്യമായിട്ട് പറയാൻ പറ്റും. എന്തോരം റീൽസ് കാണുന്ന ആളുകളാണെങ്കിലും 10 എണ്ണം കാണുമ്പോൾ അതിനകത്തൊന്നെങ്കിലും ദൈവവചനത്തെക്കുറിച്ച് ഉണ്ടാകുന്നുണ്ട്. യൂട്യൂബ് എടുത്ത് കാണുന്ന ആളുകളിൽ ഒത്തിരി സെർച്ച് ചെയ്ത് പോകുമ്പോൾ അല്പസ്വല്പമെങ്കിലും ദൈവവചനത്തെക്കുറിച്ച് കേൾക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയ തലത്തിലൊക്കെ പ്രസംഗവും വചനവും ഒക്കെ അതിശക്തമായിട്ട് ഇൻഫ്ലുവൻസ് നടത്തിയ കാലഘട്ടമാണ്. പക്ഷേ ഇതൊന്നും നമ്മുടെ മനസ്സിനെ, നമ്മുടെ ജീവിതത്തെ, നമ്മുടെ ദേഹിയെ സ്പർശിക്കാതെ പോകുന്നു. എന്തുകൊണ്ട്? ഹൃദയത്തിൻ്റെ ഉള്ളിൽ തുറവി ലഭിക്കാത്തത് കൊണ്ട്. ലൂക്കോസിന് സുവിശേഷം 24-ാം അധ്യായം 45-ാമത്തെ തിരുവചനം. എൻ്റെ സ്നേഹമുള്ള സഹോദരങ്ങളെ, ഹൃദയത്തിൻ്റെ ഉള്ളിൽ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാൻ സാധിക്കണം. ലൂക്കോസിൻ്റെ സുവിശേഷം 24-ാം അധ്യായം 45-ാമത്തെ തിരുവചനം. ആഴമായിട്ട് ഇന്നിൻ്റെ കാലഘട്ടത്തിൽ ഞാൻ നിങ്ങളൊക്കെ ഇങ്ങനെ പ്രാർത്ഥിക്കണം. എന്താ വചനം? വിശുദ്ധ ലിഖിതങ്ങൾ ഗ്രഹിക്കാൻ തക്കവണ്ണം അവൻ അവരുടെ മനസ്സ് അവൻ തുറന്നു. വിശുദ്ധ ലിഖിതങ്ങൾ ഗ്രഹിക്കാൻ തക്കവണ്ണം അവരുടെ മനസ്സ് അവൻ തുറന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. തമ്പുരാൻ നമ്മുടെ മനസ്സ് തുറക്കാനായിട്ട് സാധിക്കണം. തമ്പുരാൻ നമ്മുടെ ഹൃദയത്തെ തുറക്കാനായിട്ട് സാധിക്കണം. തമ്പുരാൻ്റെ തിരുവചനത്തെ വിശ്വസിക്കാനായിട്ട് സാധിക്കണം. എന്നതാ വിശ്വസിക്കണ്ടേ? എന്നതാ വിശ്വസിക്കണ്ടേ? സ്നേഹമുള്ളവരെ, എന്ത് വിശ്വസിക്കണം എന്നുള്ളത് പരിശുദ്ധ പിതാക്കന്മാർ കൃത്യമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. 1700 വർഷങ്ങൾക്ക് മുമ്പ് കൂടിയൊരു സുനഹദോസ് ഉണ്ട്. എന്നതാ അത്? സുനഹദോസ്. അതിനകത്തൊരു സാധനം ഉണ്ടായിരുന്നു. എന്താ അത്? എന്താ വിശ്വാസ പ്രമാണം? സർവശക്തിയുള്ള വിശ്വസിക്കുന്നുണ്ടോ? കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത്രയും ഹൃദയം തുറന്ന് ആത്മാർത്ഥമായി 100% ബോധ്യത്തോടു കൂടെ ഈ പ്രാർത്ഥന ഉരുവിടുന്ന ഒരുത്തൻ്റെ 7 അയലക്കത്ത് പോലും പിശാച് കടന്നു വരത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു ദൈവ പൈതലിൻ്റെ ഏറ്റവും വലിയ വിശ്വാസ പ്രഖ്യാപനമാണ്. അതുകൊണ്ടാണ് സഭാപിതാക്കന്മാർ എഴുതി വെച്ചത്, ഏതോരു കൂദാശകളും പൂർത്തീകരിച്ചിട്ട് അതിൻ്റെ അവസാനത്തിൽ ആ വിശ്വാസം പ്രഖ്യാപിക്കുകയാണ്. വിശ്വാസം ഏറ്റുപറയില്ല, പ്രഖ്യാപിക്കുകയാണ്. സർവ്വലോകത്തെ സൃഷ്ടിക്കുന്ന കാണപ്പെടുന്നവയും കാണപ്പെടാത്തതിൻ്റെയും എല്ലാത്തിൻ്റെയും അധിപനായ സത്യ ഏക ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അടുത്തത് എന്നതാ? എപ്പോൾ? സർവ്വലോകങ്ങൾക്കും മുൻപ്, ലോകം ഉണ്ടാകുന്നതിന് മുമ്പ്. അങ്ങനെ കാലമുണ്ടോ? കാലം ഉണ്ടാകുന്നതിന് മുമ്പ്, ലോകവും കാലവും കാര്യങ്ങളും ഉണ്ടാകുന്നതിന് മുമ്പ് പിതാവിൽ നിന്ന് ജനിച്ചവൻ. കാലമില്ല, ലോകമില്ല, അതിനു മുമ്പ് പിതാവിൽ നിന്ന് ജനിച്ചവൻ. സ്നേഹമുള്ളവരെ, തമ്പുരാൻ പറഞ്ഞു വച്ചിട്ടുണ്ട്, ഞാൻ ആദ്യവും അന്തവുമാണ്. അതായത് പിതാവില്ലാതെ പുത്രനില്ല, പുത്രനില്ലാതെ പിതാവില്ല. പക്ഷേ പിതാവിൽ നിന്ന് ജനിച്ചവനാണ് പുത്രൻ. ബാക്കി ചൊല്ലേ. പ്രകാശം, സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവം, സൃഷ്ടിയല്ലാത്തവനും സമത്വമുള്ളവൻ. നിങ്ങൾക്കും ഞങ്ങളുടെ രക്ഷയ്ക്കും വേണ്ടി വിശ്വസിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇത് പ്രഖ്യാപിക്കുകയാണ്. പരിശുദ്ധ റൂഹായി ഞാൻ വിശ്വസിക്കുന്നു.
പരിശുദ്ധ സഭയിൽ ഞാൻ വിശ്വസിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ വിശ്വാസ പ്രഖ്യാപനം നമ്മൾ എത്രത്തോളം ആത്മാർത്ഥമായിട്ട് പ്രഖ്യാപിക്കുന്നുണ്ട് എന്നുള്ളത് ഒന്ന് ശാന്തമായിട്ട് ചിന്തിക്കുന്നത് നല്ലതാണ്. സ്നേഹമുള്ളവരെ, വിശുദ്ധരെ പോലും വീഴ്ത്താൻ അലറുന്ന സിംഹം പോലെ ഉഴലാടുന്ന പിശാചിനെ അതിജീവിക്കാനുള്ള ഏക മാർഗം നീ നിൻ്റെ ദൈവത്തിൽ പൂർണ്ണമായിട്ട് വിശ്വസിക്കുക എന്നുള്ളതാണ്. ദൈവത്തെ പൂർണ്ണമായിട്ട് വിശ്വസിക്കുക, ദൈവത്തെ പ്രഖ്യാപിക്കുക, ദൈവത്തെ സ്നേഹിക്കുക, യേശുവിനെ ഉയർത്താനായിട്ട് സാധിക്കുക. മറ്റൊന്നും ചെയ്യേണ്ട കാര്യമില്ല. തമ്പുരാനെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന്, ബോധമണ്ഡലങ്ങളിൽ നിന്ന്, ശരീരത്തിലും ദേഹിയിലും ആത്മാവിലും വരുന്നുകൊണ്ട് പൂർണ്ണമായിട്ട് ദൈവത്തെ വിശ്വസിക്കുകയും ആ വിശ്വാസത്തെ പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന ഒരുത്തൻ്റെ അടുത്തും പിശാചിൻ്റെ ഒരു കളിയും നടക്കത്തില്ല. ഹല്ലേലൂയ. ഹൃദയം തുറന്ന് ദൈവത്തെ വിശ്വസിക്കുന്ന ഒരുത്തൻ്റെ അടുത്തും പിശാചിന് കടന്നു വരാനായിട്ട് സാധിക്കത്തില്ല. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ആ വലിയ വിശ്വാസത്തോടു കൂടെ, ഏറ്റവും വലിയൊരു ബോധ്യത്തോടു കൂടെ ഹൃദയം തുറന്ന് നമുക്കൊന്ന് പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കണം.